ഹായ് ഓൾ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എങ്ങനെ നമുക്ക് റൈറ്റിംഗ് സ്കില്ല് പ്രൈമറി ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ എങ്ങനെ എൻഹാൻസ് ചെയ്യാം എന്നുള്ളതാണ്. പ്രൈമറി ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ എലമെൻ്ററി സെക്ഷനിലുള്ള 1 to 4 അല്ലെങ്കിൽ 1 to 5 ഏജ് ഗ്രേഡ് ലെവലിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇയർ ഗ്രൂപ്പിലുള്ള ഇയർ 6 വരെയുള്ള കുട്ടികളിൽ നമുക്ക് എങ്ങനെ റൈറ്റിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്ട്രാറ്റജിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. നമ്മൾ കുട്ടികളിൽ റൈറ്റിംഗ് സ്കില്ല് ആദ്യം ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കുട്ടി കഴിവുള്ള കുട്ടിയായിരിക്കാം, വായിക്കുന്നത് കോംപ്രിഹെൻഡ് ചെയ്യുന്നുണ്ടോ, കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടോ വായിക്കുന്നത്. കുട്ടിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കുട്ടിയോട് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് ആ സ്കില്ല് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യിക്കുക എന്നുള്ള ഫസ്റ്റ് ഒരു കാര്യമുണ്ട്. വായിക്കാൻ അറിയാത്ത കുട്ടികളാണെങ്കിൽ അവർ വേറെ രീതിയിൽ പഠിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം, എങ്ങനെ നമുക്ക് അങ്ങനെയുള്ള ഒരു സ്കില്ല് വായിക്കാൻ എങ്ങനെ ബ്ലെൻഡിങ്ങും ഫോണീംസും മോഫീംസും ഗ്രാഫിയും എങ്ങനെ ഡെവലപ്പ് ചെയ്യണമെന്ന് വേറൊരു വീഡിയോയിൽ ഞാനത് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ കുട്ടി വായിക്കുന്ന അത് ആദ്യം ചെക്ക് ചെയ്യുക. അതൊരു ബേസ് ലൈൻ പോലെ നിങ്ങൾ വയ്ക്കുക. ഫസ്റ്റ് ചെക്ക് ചെയ്യുക വായിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് എഴുതാൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സ്റ്റെപ്പ് പറഞ്ഞുതരാം. ആദ്യം ഇവരോട് അത് പിക്ക് ചെയ്യാൻ പറയാം. ഏതാണോ ആ പെർട്ടിക്കുലർ സെൻറ്റൻസ്, ഇവർക്ക് എന്താണോ ചെയ്യാൻ ഇഷ്ടം അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ആദ്യത്തെ സെൻറ്റൻസ് കൊടുക്കാൻ. ഈ സെൻറ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് എഴുതിക്കുകയല്ല വേണ്ടത്. ഫസ്റ്റ് സെൻറ്റൻസ് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ ഒരുപാട് എഴുതാൻ ഓക്കെ ആയിട്ട് റെഡി ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളൊരു ടോപ്പിക്ക് ചൂസ് ചെയ്യാം. എഴുതാൻ കുറച്ച് മടിയുള്ള കുട്ടികളാണെങ്കിൽ പിക്ചേഴ്സ് വെച്ചിട്ട് ആ ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് നിങ്ങൾക്ക് ഫ്ലാഷ് കാർഡ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ പേപ്പറിന്നോ ബുക്കിന്നോ അത് പിൻ പോയിൻ്റ് ചെയ്ത് നിങ്ങൾ കുട്ടിക്ക് കാണിച്ചു കൊടുത്ത് അതിൻ്റെ ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ആ പിക്ചർ എന്താണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ആ വേർഡ് എന്താണ് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ ആദ്യം തന്നെ ഈ പിക്ചർ കാണിച്ചു കൊടുത്തിട്ട് അത് കണക്ട് ചെയ്യുക, വേർബലി പറയിപ്പിക്കുക കുട്ടിയെ കൊണ്ട്. സെക്കൻഡ്ലി, പെൻസിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് പെൻസിൽ ഒന്ന് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കുക. പെൻസിൽ മാറ്റി വെച്ചിട്ട് ഈ കുട്ടി ഇത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ ഗ്രമാറ്റിക്കൽ എറർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യാം. ഗ്രമാറ്റിക്കൽ എറർ ഉണ്ടെങ്കിൽ നമ്മൾ വോക്കൽ എക്കോയിങ് മെത്തേഡിലൂടെ പറയിപ്പിക്കുക. അതാണ് ഈ എക്കോയിങ് മെത്തേഡ്. എക്കോയിങ് മെത്തേഡിലൂടെ അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എഴുതുന്നതിന് മുൻപ് ഇതൊന്ന് റെക്കോർഡ് ചെയ്യുക. ടാബിലോ മൊബൈലോ റെക്കോർഡ് ചെയ്യിപ്പിച്ച് കുട്ടിയെ കൊണ്ട് കേൾപ്പിക്കുക. എന്നിട്ട് കുട്ടിയെ കൊണ്ട് കേൾപ്പിച്ചിട്ട് നിങ്ങളും അത് പറയാം. എന്നിട്ട് കുട്ടി സെൽഫായിട്ട് അത് കറക്റ്റ് ചെയ്യട്ടെ. എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടോ, കുട്ടിയെ പെസ്ചർ ചെയ്യരുത്, അതായത് ഫോഴ്സ് ചെയ്യരുത്, കറക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യരുത്. സെൽഫ് കറക്ഷൻ എപ്പോഴും കുട്ടിയാണ് ചെയ്യേണ്ടത്, പാരൻറ്റ് ചെയ്ത് കൊടുക്കുകയല്ല. പാരൻറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പിന്നീട് ഈ സെൻറ്റൻസ് ബിൽഡിങ്ങിനും റൈറ്റിങ്ങിനും ഉള്ള ഒരു ഇൻട്രസ്റ്റ് കുറയും. കാരണം നമ്മൾ ഗ്രാജുവലി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇതൊരു ഹ്യൂമൻ നേച്ചറാണ്, കൂടുതൽ എഴുതിപ്പിക്കും എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കുട്ടിക്ക് പെട്ടെന്ന് അങ്ങനെ ആയിരിക്കും അതിനെ ഒരു ടീഡിയസ് ടാസ്ക്കായിട്ട് കുട്ടി അതിനെ കരുതും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സെൽഫ് കറക്ഷൻ മെത്തേഡ്, അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് തിരുത്തിപ്പിച്ചിട്ട് ചെയ്യിക്കാൻ പറയുന്നത്. അതും തുടക്കത്തിലുള്ള ഫസ്റ്റ് 3 വീക്സ് ഒരു തെറ്റ് മാത്രം കണ്ടുപിടിക്കാൻ അവരെ സഹായിക്കാം. എന്നിട്ട് ഇപ്പം നിങ്ങൾ തന്നെയാണ് തെറ്റ് തിരുത്തി കൊടുക്കുന്നതെങ്കിലും കുട്ടിയെ കൊണ്ട് അത് പറയിപ്പിക്കുക. എന്നിട്ട് നമ്മൾ പറയുക കുട്ടിയോട്, ഇങ്ങനെ നീ തന്നെ കണ്ടുപിടിച്ചല്ലോ, അല്ലെങ്കിൽ മോള് തന്നെ കണ്ടുപിടിച്ചല്ലോ എന്ന് പറയുക. പിന്നെ നമ്മൾ റെക്കോർഡ് ചെയ്തത് ഇവർ കേട്ടു, ഇവരത് കറക്റ്റ് ചെയ്തു. എന്നിട്ട് സെൽഫ് കറക്ഷൻ എന്ന് പറയുന്ന മെത്തേഡിലൂടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. 3 ഡിഫറെൻറ്റ് കളേഴ്സ്. ഓക്കെ, 3 ഡിഫറെൻറ്റ് കളേഴ്സ്. അപ്പോൾ ഇതിൽ ഗോ, മെയിൻ ഐഡിയ, ഗ്രോ, ഇതാണ് നെക്സ്റ്റ് ഗ്രോ, വേറെ കളർ, ഡീറ്റെയിൽ ചെയ്യുക, പിന്നെ ക്ലോസ്. ഓക്കെ, ഒരു പിങ്ക് കളർ, ഞാൻ അത് റെഡ് യൂസ് ചെയ്യാത്തത് പേർപ്പസ്ഫുള്ളിയാണ്, റെഡ് വേണ്ട. ഓക്കെ, ഒരു പിങ്ക് അല്ലെങ്കിൽ ഓറഞ്ച് കളറും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഗോ, ഗ്രോ, ക്ലോസ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ എൻഡ് നോട്ട്. ഗ്രോ, മെയിൻ ഐഡിയ. ഫോർ എക്സാമ്പിൾ ഡോഗിനെ കുറിച്ചിട്ടാണെങ്കിൽ അപ്പോൾ ഗോ എന്ന് പറയുന്ന മെയിൻ ഐഡിയ ഡോഗ് ആയിരിക്കും. പിന്നെ അത് ഡീറ്റെയിൽ ചെയ്യുക, ഡോഗ് വാസ് റണ്ണിങ്, അല്ലെങ്കിൽ ഡോഗ്സ് ഹെയർസ് ഫേൾഡ് അപ്പ്,
ഡോഗിൻ്റെ രോമങ്ങൾ എണീറ്റ് നിന്നു എന്നാണ് ഫോൾഡ് അപ്പ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഐ ടുക്ക് ദ ഡോഗ് ബാക്ക് ഹോം, എൻഡ് നോട്ട്, അങ്ങനെ 3 കാര്യങ്ങൾ. അപ്പം ഈ ഗോ ഗ്രോ ക്ലോസ് ഇത് എന്തിനാണെന്ന് വെച്ചാൽ സെൽഫ് കറക്ഷന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ്. ഈ ഒരു ടൈമിലാണ് സെൽഫ് കറക്ഷൻ ടൈമിന് റെക്കോർഡ് ചെയ്തതിന് ഞാനൊരു സ്ട്രാറ്റജി വിട്ടുപോയി. റെക്കോർഡ് ചെയ്ത് നിങ്ങളത് കറക്റ്റ് ചെയ്തതിന് ശേഷം കുട്ടിയെ കൊണ്ട് എഴുതിച്ചതിന് ശേഷം ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ സെൽഫ് കറക്ഷൻ, ഗോ ഗ്രോ ആൻഡ് ക്ലോസ്. ഇത് ചെയ്തിട്ട് കുട്ടിയെ കൊണ്ട് മൾട്ടിപ്പിൾ ടൈംസ് എക്കോ റീഡിങ്, കുട്ടി ഒറ്റയ്ക്കല്ല, എക്കോ റീഡിങ് സ്റ്റൈൽ യൂസ് ചെയ്യുക. എക്കോ റീഡിങ് സ്റ്റൈൽ യൂസ് ചെയ്യുമ്പം കുട്ടി ഗ്രാജ്വലി, പെട്ടെന്നല്ല, ഗ്രാജ്വലി ടൈം എടുത്തിട്ട് നിങ്ങൾ ടോൺ എലിവേറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ, അത് ഫോർ എക്സാമ്പിൾ, ഓ മൈ ഡോഗ് വാസ് ചേസിങ് മീ, ഇങ്ങനെയുള്ള ടോൺ എലിവേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതേപോലൊക്കെ നിങ്ങൾക്ക് ആ ടോണ് എലിവേറ്റ് ചെയ്യാം. മോണോട്ടോൺ അല്ലാതെ നിങ്ങൾക്കത് എലിവേറ്റ് ചെയ്താൽ കുട്ടിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഫുൾ സെഷൻ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം കുട്ടിയെ ഇരുത്തി ഒരു ഫൺ രീതിയിലൂടെ ഈ ആക്ടിവിറ്റി കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പിന്നെ കറക്ഷന് ഞാൻ ഈ യൂസ് ചെയ്ത പെന്ന് കുട്ടിക്ക് കൊടുക്കുക, എന്നിട്ട് കുട്ടി തന്നെ കറക്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് ടിക്ക് ചെയ്യുക. ഓക്കെ, ഗോ ഉണ്ട്, ഒരു മെയിൻ ഐഡിയ ഉണ്ട്. നെക്സ്റ്റ് ഗ്രോ, ഓക്കെ, ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ 1 വേർഡിൽ ഒരു അഡ്ജക്റ്റീവ് യൂസ് ചെയ്ത് ഡീറ്റെയിൽ ചെയ്താലും ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. പിന്നെ എൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു ക്ലോസ് നോട്ട് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്യുമ്പം ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, വായിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ മനസ്സിലാക്കും, ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഇത് ന്യൂറോ റൈറ്റിംഗ് ടെക്നിക്കാണ് ഞാനിപ്പോൾ ഈ ഡിസ്ക്രൈബ് ചെയ്തത്. അപ്പോൾ ന്യൂറോണൽ പാത്വേസ് ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്യാൻ കുട്ടിയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതൊരു ബുദ്ധിമുട്ടുള്ള ഒരു വർക്കായിട്ട് കുട്ടി കാണില്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മൾട്ടിപ്പിൾ സ്റ്റെപ്പിലൂടെ പാരൻ്റൽ കണക്ഷനിലൂടെ ഇവോൾവ് ചെയ്യുന്ന ഒരു ടാസ്ക് ആയിട്ടായിരിക്കും കുട്ടി ഇത് കാണും. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസോഴ്സസ് വേണമെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. ഐ ക്യാൻ ഡയറക്റ്റ്ലി DM യു. ഇത് പല സ്റ്റേജിലുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ DM ചെയ്യുമ്പം ശ്രദ്ധിക്കുക, കുട്ടി ഏത് ഗ്രേഡ് ലെവലാണ്, എന്താണ് പ്രസൻറ്റ് ലെവൽ, ആ കുട്ടിയുടെ റൈറ്റിങ്ങിൻ്റെ പിക്ചർ, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഡിസ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. ശരിക്കും നല്ലൊരു മെത്തേഡാണ്. 1-on-1, അതായത് കുട്ടിയുമായിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 2-3 കുട്ടികളൊക്കെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ, എലമെൻ്ററി സെക്ഷനിലുള്ളവർ ഏകദേശം ഒരേ ലെവലിലാണ് അവരുടെ റൈറ്റിംഗ് സ്കിൽ എന്നുണ്ടെങ്കിൽ, ഒരുമിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാം. കാരണം വളരെ ഒരു ബിഗിനിങ് ലെവൽ, ഒരു എമേർജിങ് ലെവലിലുള്ള കുട്ടിയാണെങ്കിൽ ഒരു സെൻറ്റൻസും, ഒരു കുറച്ചും കൂടിയും ബെറ്റർ ആയിട്ടുള്ള റൈറ്റിംഗ് ഇവോൾവ് ചെയ്തിട്ടുള്ള കുട്ടിയാണെങ്കിൽ, വൊക്കാബുലറി ആണ് ലാക്ക് ചെയ്യുന്നതെങ്കിൽ, ഒരു 2-3 സെൻറ്റൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്ത് നമുക്ക് ചെയ്യിപ്പിക്കാൻ കുട്ടികളെ കൊണ്ട് പറ്റും. ഇറ്റ്സ് എ ഫൺ വേ ഓഫ് ബിൽഡിംഗ് ദ സ്കിൽ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് റെസ്പോൺസ് അറിയിക്കും. താങ്ക് യു സോ മച്ച്.